വടക്കൻ പാട്ടിലൊരു ചൊല്ലുണ്ട്, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. ഡേവിഡ് മില്ലറെ ഇപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. സാധ്യതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊരു മത്സരത്തിൽ പരിക്കേറ്റ് പുറത്താവുക, നിർണായക ഘട്ടത്തിൽ തിരിച്ചു വരിക, രാഹുൽ ഒരുക്കിയ പാതയിൽ ശേഷിച്ച ദുർഘടങ്ങളെല്ലാം വകഞ്ഞുമാറ്റി വിജയത്തിൻ്റെ വക്കിൽ വെച്ച് കലമുടയ്ക്കുക, ഒടുക്കം ഒറ്റ റണ്ണിന് മത്സരം കൈവിടുക. ഡേവിഡ് മില്ലർക്ക് ആ സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ അഹങ്കാരമായിരുന്നോ അതോ ആത്മവിശ്വാസമായിരുന്നോ? ആവേശത്തിൻ്റെ പരകോടി കൊണ്ട മത്സരമായിരുന്നു ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് 4 വിക്കറ്റ് നഷ്ടത്തിൽ 210 എന്ന മികച്ച ടോട്ടലിലെത്തി. നായകൻ ശുഭ്മാൻ ഗിൽ 45 പന്തിൽ 70 റൺസും, ജോസ് ബട്ട്ലർ 27 പന്തിൽ 52 റൺസും, വാഷിംഗ്ടൺ സുന്ദർ 32 പന്തിൽ 55 റൺസെടുത്ത് ഗുജറാത്തിനായി തിളങ്ങി. വൻ ലക്ഷ്യത്തിലേക്ക് ഡൽഹിക്ക് മികച്ച തുടക്കം ലഭിച്ചു. പതും നിസംഗയും KL രാഹുലും 8 ഓവറിൽ 76 റൺസ് ചേർത്തു. ഇമ്പാക്ട് പ്ലെയറായെത്തിയ പ്രസീദ് കൃഷ്ണയാണ് 24 പന്തിൽ 41 റൺസെടുത്ത പതും നിസംഗയെ പറഞ്ഞയച്ചത്. നിതീഷ് റാണയും ഈ IPL സ്റ്റാറായ സമീർ റിസ്വിയും പെട്ടെന്ന് മടങ്ങിയതോടെ ഗുജറാത്ത് പിടിമുറുക്കി. റാഷിദ് ഖാനാണ് ഇരുവരെയും മടക്കിയത്. 13-ാം ഓവറിൽ ഡേവിഡ് മില്ലർ റിട്ടയർഡ് ഹർട്ടായി മടങ്ങി. ഫീൽഡിനിടെ വിരലിനേറ്റ പരിക്ക് വലച്ചതോടെയാണ് മില്ലർ മടങ്ങിയത്. പകരമെത്തിയ ക്യാപ്റ്റൻ അക്സർ പട്ടേലിനെയും റാഷിദ് ഖാൻ തന്നെ മടക്കി. ഒരറ്റത്ത് KL രാഹുൽ ടീമിനെ നയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 17-ാം ഓവറിൽ വീണ്ടും ട്വിസ്റ്റ്. സെഞ്ചുറിയിലേക്ക് പോകുകയായിരുന്ന രാഹുലിനെയും വിജയത്തിലേക്ക് പോകുകയായിരുന്ന ഡൽഹിയെയും സിറാജ് ഞെട്ടിച്ചു. 92 റൺസ് എടുത്ത രാഹുലിനെ ബട്ട്ലറിൻ്റെ കൈകളിൽ എത്തിച്ച സിറാജ് മത്സരം ടൈറ്റാക്കി. ആലോചിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. വേദന മറന്ന് രാഹുൽ പുറത്തായതോടെ 17-ാം ഓവറിൽ മില്ലർ വീണ്ടും എത്തി. അവസാന 2 ഓവറിൽ 36 റൺസായിരുന്നു ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. മുഹമ്മദ് സിറാജ് എറിഞ്ഞ 19-ാം ഓവറിൽ 23 റൺസ് അടിച്ച് മില്ലറും വിപ്രജ് നിഗമും ചേർന്ന് അവിശ്വസനീയമായ ജയമൊരുക്കുമെന്ന് തോന്നിച്ചു. പ്രസീദ് കൃഷ്ണ എറിഞ്ഞ അവസാന ഓവറിൽ ഡൽഹിക്ക് ജയിക്കാൻ വേണ്ടത് 13 റൺസായിരുന്നു. ആദ്യ പന്തിൽ വിപ്രജ് നിഗം ബൗണ്ടറി നേടി. 2-ാം പന്തിൽ നിഗം പുറത്തായി. പകരമെത്തിയ കുൽദീപ് യാദവ് അനായാസം 3-ാം പന്ത് സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് മില്ലർക്ക് കൈമാറി. 4-ാം പന്തിനെ മില്ലർ സ്വീകരിച്ചത് ഒരു 106 മീറ്റർ ദൂരം പാഞ്ഞൊരു സിക്സറിലൂടെയായിരുന്നു. ആ പന്ത് സ്റ്റേഡിയത്തിൻ്റെ പുറത്തായിരുന്നു വിശ്രമിച്ചത്. ലക്ഷ്യം 2 പന്തിൽ 2 റൺസ്. അനായാസം ജയിക്കാവുന്ന മത്സരം. ഹോം ഗ്രൗണ്ടിൽ ഡൽഹി ആരാധകർ നൃത്തം ചെയ്തു തുടങ്ങി. പരിക്കേറ്റ് മടങ്ങി പിന്നീട് തിരിച്ചെത്തി ടീമിനെ അവിശ്വസനീയമായി മുന്നോട്ട് നയിച്ച മില്ലർക്ക് അപ്പോഴേക്കും സൂപ്പർ ഹീറോ പരിവേഷം വന്നിരുന്നു. 5-ാം പന്തിൽ മില്ലർ സ്ക്വയർ ലെഗിലേക്ക് അടിച്ച പന്ത് ഓടിയില്ല. സിംഗിൾ എടുക്കാനുള്ള ഒരു അവസരമുണ്ടെങ്കിലും മില്ലർ അത് നിഷേധിച്ചു. ഇത്രയും എത്തിച്ച തനിക്ക് ഗ്ലോറി ഷോട്ടിലൂടെ ടീമിനെ വിജയത്തിലെത്തിക്കാനാകുമെന്ന് മില്ലർ അപ്പോൾ മനസ്സിൽ പറഞ്ഞിരിക്കാം. അതോടെ ലക്ഷ്യം 1 പന്തിൽ 2 റൺസ്. എന്നാൽ അതുവരെ അടിവാങ്ങിക്കുട്ടിയ പ്രസീദ് കൃഷ്ണ മനോഹരമായൊരു സ്ലോ ബൗൺസറിലൂടെ മില്ലറുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. മില്ലറെ മറികടന്ന പന്ത് ഗുജറാത്ത് കീപ്പർ ജോസ് ബട്ട്ലർ പിടികൂടി സ്റ്റെമ്പിന് നേരെ എറിഞ്ഞു. നോൺ സ്ട്രൈക്ക് എൻഡിൽ നിന്ന് ഓടിവന്ന കുൽദീപ് യാദവ് റണ്ണൌട്ട്. ഗുജറാത്ത് താരങ്ങളുടെ ആഘോഷ പ്രകടനത്തിനിടെ തേർഡ് അമ്പയറുടെ വൈഡ് ചെക്ക്. ഒടുക്കം തേർഡ് അമ്പയറും വിധിയെഴുതി. തലയ്ക്ക് മുകളിലൂടെയല്ല, ഷോൾഡർ ഹൈറ്റിലാണ് ആ പന്ത് പോയത്. അതൊരു ലീഗൽ ഡെലിവറി തന്നെ. ഒറ്റ റണ്ണിൻ്റെ തോൽവിയുമായി ഡൽഹി താരങ്ങൾ തല താഴ്ത്തി. മില്ലറുടെ പോരാട്ട വീര്യത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഗുജറാത്ത് അവിശ്വസനീയമായ ജയം ആഘോഷിച്ചു. നിരാശയോടെ മില്ലറെ കണ്ടു. 2 വർഷം മുമ്പൊരു 2020 ലോകകപ്പിൻ്റെ ഫൈനലിലും ഇന്ത്യക്കെതിരെ വിക്കറ്റ് നഷ്ടപ്പെടുത്തി അന്നും ദൗർഭാഗ്യത്തിൻ്റെ എൻഡിൽ മില്ലർ ഉണ്ടായിരുന്നു. മില്ലർ ആ സിംഗിൾ എടുക്കാൻ വിസമ്മതിച്ചതാണ് ഞങ്ങൾക്ക് ജയമൊരുക്കിയതെന്ന് ഗുജറാത്ത് നായകൻ ശുഭ്മാൻ ഗിൽ മത്സരശേഷം പറഞ്ഞു. അവസാന പന്തിൽ ഏത് രീതിയിൽ പന്തെറിയണം എന്നതിനെക്കുറിച്ച് ടീമിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. യോർക്കർ അല്ലെങ്കിൽ സ്ലോ ബോൾ എറിയാനായിരുന്നു പദ്ധതി. പിച്ചിൻ്റെ അവസ്ഥ കണക്കിലെടുത്ത് സ്ലോവർ മതിയെന്ന് തീരുമാനിച്ചു. ആ വിക്കറ്റ് പരിഗണിക്കുമ്പോൾ സ്ലോ ബോൾ കളിക്കുക പ്രയാസകരമായിരുന്നു. പ്രസീദ് ആ പന്ത് മനോഹരമായി എറിയുകയും ചെയ്തു. ആദ്യ ജയം നേടിയതിൻ്റെ ആവേശമെല്ലാം ഗില്ലിൽ ഉണ്ടായിരുന്നു. മില്ലറിൻ്റെ പോരാട്ട വീര്യത്തെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ കടുത്ത വിമർശനവും അയാൾ നേരിടുന്നുണ്ട്. തോൽവിക്ക് കാരണം ബാറ്റിംഗ് പാളിച്ചയല്ല, മറിച്ച് അവസാന ഓവറിലെ മില്ലറുടെ തെറ്റായ തീരുമാനമാണെന്ന് ഇന്ത്യൻ മുൻ താരം മുഹമ്മദ് കൈഫ് പറയുന്നു. മില്ലർ ചെയ്തത് 200% തെറ്റാണ്. ആ 5-ാം പന്തിൽ അദ്ദേഹം ഒരു സിംഗിൾ എടുത്ത് സ്കോർ തുല്യമാക്കാൻ ശ്രമിക്കണമായിരുന്നു. കുൽദീപിനെ സ്ട്രൈക്കിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല,
ഒരുപക്ഷെ കുൽദീപ് പുറത്തായാൽ പോലും കളി സൂപ്പർ ഓവറിലേക്ക് നീങ്ങുമായിരുന്നു. ഡൽഹി ഒരിക്കലും തോൽക്കില്ലായിരുന്നു. മില്ലർ ഒരു ചൂതാട്ടത്തിനാണ് മുതിർന്നത്. അദ്ദേഹത്തെ പോലൊരു സീനിയർ താരത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്ത തെറ്റാണിത്. കൈഫിൻ്റെ കലിപ്പടങ്ങുന്നില്ല. ഇർഫാൻ പത്താനും കുൽദീപിന് സിംഗിൾ നിഷേധിച്ച് മില്ലർ നടത്തിയതൊരു ചൂതാട്ടമാണെന്ന് നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരൊറ്റ റൺ തോൽവി കുറച്ചുനാൾ മില്ലറെ വേട്ടയാടുമെന്നുറപ്പ്. വേദന സഹിച്ച് കളിച്ചൊരു മത്സരം അങ്ങേയറ്റം വേദനയോടെ അവസാനിക്കുമ്പോൾ അയാൾക്ക് മനസ്സമാധാനം കിട്ടുന്നതെങ്ങനെ? എന്നാലും മില്ലർക്ക് ആ സിംഗിൾ ഓടാമായിരുന്നില്ലേ? കുൽദീപ് യാദവിനെ വിശ്വാസത്തിലെടുക്കാമായിരുന്നില്ലേ?